Welcome to Flavors of India. നമ്മൾ ഇന്നൊരു ചെറിയ യാത്രയ്ക്ക് പോവാണ്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ റൂട്ടിലൂടെ ഉള്ളൊരു യാത്രയാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് റൂട്ടും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കുമാണ്. ഈ റൂട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വേളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ട്രിവാൻഡ്രത്തുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. വേളി കായലും കടലും ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ ഡെസ്റ്റിനേഷൻ പോയിന്റ്. വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ടൂറിസ്റ്റുകൾ വന്ന് കുറേ നേരം ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഒരു സൈഡിൽ കടൽ, ഇപ്പുറത്ത് കായലും ബോട്ട് സവാരി എല്ലാം ആയിട്ടൊരു മനോഹരമായ ഒരു സ്പോട്ടാണ്. വേളിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു യാത്രയാണ്. അപ്പോൾ വേളിയുടെ സൈഡിൽ നിന്ന് നമ്മളൊരു യാത്ര തുടങ്ങിയാൽ ഏതാണ്ട് 23 കിലോമീറ്റർ ഈ ഒരു കോസ്റ്റൽ ബെൽറ്റിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തും. അതായത് മുതലപ്പൊഴി പെരുമാതുറ പാലം. മനോഹരമായ ഒരു ട്രാവലാണത്. കാര്യം ഓൺ ദ വേ ഒരു സൈഡിൽ കടലും മറു സൈഡിൽ കായലും. അപ്പോൾ ഇത് ശരിക്കും ട്രിവാൻഡ്രം ടു കൊല്ലം ഒരു ന്യൂ റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മുതലപ്പൊഴി പെരുമാതുറ പാലം വന്നപ്പോൾ ഈ ഒരു മനോഹരമായ റൂട്ട് ഇത്രയും ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബറോട് കൂടിയാണ് ഈ പാലത്തിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞത്, മുതലപ്പൊഴിയിലെ ഈ ഒരു പെരുമാതുറ പാലം. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പക്ഷേ ഓൺ ദ വേ മനോഹരമായ കാഴ്ചകളാണ്. എല്ലാ രണ്ട് സൈഡിലും കായൽ കാഴ്ചകളും കടൽ കാഴ്ചകളുമാണ്. അപ്പോൾ നമുക്കൊന്ന് ആസ്വദിക്കാം ആ ഒരു യാത്ര. അപ്പോൾ ഇത് ട്രിവാൻഡ്രം ടു കൊല്ലം റൂട്ടാണ്, കോസ്റ്റൽ റൂട്ട്. അപ്പോൾ യാത്ര തുടങ്ങാം. നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. പെരുമാതുറ പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ദേ ഇങ്ങോട്ട് നോക്കൂ, അതിമനോഹരമായ കാഴ്ചയാണ്. ഒരു സൈഡിൽ നല്ലൊരു കായലിൻ്റെ ഭംഗി, 5 തെങ്ങ് കായൽ,
ഈ ഭാഗത്ത് ദേ ചെറിയ ചെറിയ ഫിഷിംഗ് വള്ളങ്ങൾ, മീൻ പിടിക്കാനായിട്ടുള്ള ചേട്ടന്മാരെല്ലാം ഇങ്ങനെ ചെറിയ വള്ളത്തിൽ, ചെറിയ മോട്ടോർ ബോട്ടുകൾ, ഒരു ചെറിയൊരു ഹാർബറിൻ്റെ ഒരു ഫീലിംഗ് ആ സൈഡിലുണ്ട്. അവിടെ മീൻ പിടുത്തം, മത്സ്യം വരുന്നു പോകുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ കാണാം. അത് ഒരു ഭാഗത്തെ കഥ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ, അപ്പോൾ ഒരു സൈഡ് മുഴുവൻ ഈ കായലാണ്. കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് കായൽ എന്ന് പറയുന്ന ബാക്ക് വാട്ടേഴ്സ്. അതിന് ചുറ്റോട് ചുറ്റും കാണുന്ന നമ്മുടെ തെങ്ങ്, ആ ഒരു പച്ചപ്പ്. അവിടെ നിന്ന് നമ്മൾ ഈ പാലം ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നാൽ കര കാണാൻ പറ്റാത്ത അത്രയും വലിയൊരു കടലാണ്. കര കാണാ കടൽ എന്നൊക്കെ പറയില്ലേ, അതാണ്. കടൽ കാഴ്ചയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറേബ്യൻ കടൽ. അതെങ്ങനെ ഉണ്ടാകും? അത് അതിനെക്കാട്ടി ഭംഗിയല്ലേ. നോക്കൂ, കായലും അപ്പോൾ ഒരു പൊഴിയാണ് സത്യത്തിൽ. ഇത് ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ കായലിങ്ങനെ കടലിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ബോട്ട് മാർഗം നേരെ ഫിഷിംഗ് ബോട്ട് പോകുന്നത് കടലിലേക്കാണ്. നോക്കത്താ ദൂരം വരെ ഇങ്ങനെ കിടക്കുന്ന അറേബ്യൻ കടൽ. അതിനൊരു എന്താ പറയുക, ഒരു എൻഡ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. ആകാശവും കടലും എല്ലാം ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് അപ്പുറത്തെ സൈഡിൽ. പിന്നെ ഇത് കൂടാണ്ട് കല്ലുകൾ കൊണ്ട് തീർത്ത ഒരു കടൽപ്പാലം മാതിരി കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു മുനമ്പും ഇവിടെയുണ്ട്. അത് നടപ്പാതയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മനോഹരമായ ഒരു പോയിൻ്റാണ്. പക്ഷേ ഇന്ന് അവധി ദിവസം അല്ലാത്തത് കൊണ്ട് വലിയ തിക്കും തിരക്കും ഒന്നും അനുഭവപ്പെടുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യമായി. കാര്യം നമ്മൾക്ക് കുറച്ചുകൂടി ലക്ഷേളിയായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ക്യാമറയിൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നോക്കൂ എന്ത് ഭംഗിയുന്നത് ഇവിടെ ഇങ്ങനെ. ഇപ്പോൾ സൺസെറ്റ് സമയത്തൊക്കെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സന്തോഷം. ഇപ്പോൾ 4 മണി സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ് ഇവിടെ വരാൻ പറ്റിയ സമയം. ഒരു 4-4:30 വരിക, ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കുക, എന്നിട്ട് നമ്മൾ കടൽപ്പാലത്തിലൂടെ ഒന്ന് നടക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ സൺസെറ്റും കണ്ടിട്ട് മടങ്ങി പോവുക. നല്ല ആസ്വാദനമല്ലേ. അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് താഴെ കുട്ടികൾക്ക് കളിക്കാൻ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ വെൻറ്റേഴ്സ്, ചെറിയ സ്റ്റോൾസിലൊക്കെ ഭക്ഷണം കാണും, ചെറിയ സ്നാക്ക് ഐറ്റംസ്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് സ്റ്റിൽ ഡെവലപ്പിംഗ് ഏരിയ ആണ്. കംപ്ലീറ്റ് ഡെവലപ്മെൻ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇനി ഒരുപാട് പുരോഗതിയും അങ്ങനത്തെ കാഴ്ചകളും ഒക്കെ വരാനുണ്ട്. പെരുമാതുറ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവധി ദിവസമായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പാലത്തിലൂടെ ഇത്ര ലക്ഷലായിട്ട് നടക്കാൻ പറ്റില്ല. ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ വന്നും പോയിരിക്കും. പക്ഷേ ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂട്ടാണ്. ഇതുവഴി നമുക്ക് ട്രിവാൻഡ്രം കൊല്ലം പോകാൻ പറ്റുന്നൊരു വഴിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇവിടെ കൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പാലം വന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര രസമാണത്. ആഹാ, എനിക്ക് തോന്നുന്നു എനിക്ക് കായൽ കണ്ടിട്ട് മതിയാകുന്നില്ല. ആ ഭാഗത്തേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഈ പെരുമാതുറ താഴമ്പള്ളി പാലം എന്ന് പറയുന്ന ഈ പാലത്തിൻ്റെ ഒരു സൈഡിലേക്ക് താഴേക്ക് നോക്കുമ്പോൾ കായലിൻ്റെ സൈഡിലായിട്ട് താഴമ്പള്ളി തുറമുഖം എന്ന് തന്നെ പറയാം, ഹാർബർ കാണാം. അതായത് താഴമ്പള്ളി ഇതിന് ഇവർ ശരിക്കും ഇത് പറയുന്നത് മുതലപ്പുഴി ഹാർബർ എന്നാണ്. അപ്പോൾ താഴമ്പള്ളി എന്ന് പറയുന്ന കായലാണ് ഈ ഭാഗത്ത് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് കായലിൻ്റെ അവിടെ നിന്നും വരുന്നതാണ് താഴമ്പള്ളി കായൽ. അതിൻ്റെ ഈ ഭാഗം താഴമ്പള്ളി കായൽ എന്നാണ് പറയുന്നത്. ഇവിടെ വാമനപുരം നദിയെല്ലാം ഇവിടെ വന്നിട്ടാണ് ചേരുന്നത്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ കഠിനംകുളം കായലായിട്ട് മാറുന്നു. അപ്പോൾ ഇത് മുതലപ്പൊഴി എന്ന് പറയുന്നത് ഇവിടെ ഒരു പൊഴി മുറിയുന്ന സ്ഥലമാണല്ലോ, കടലും കായലും തമ്മിൽ ബന്ധപ്പെടുന്ന സ്ഥലം. അതാണ് ഇവിടുത്തെ മുതലപ്പൊഴി ഹാർബർ. ഇവിടുത്തെ ഹാർബർ വിശേഷങ്ങളെല്ലാം ഏതാണ്ട് തീർന്നു തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ആ ഭാഗത്തേക്ക് ഇങ്ങോട്ടൊന്ന് നോക്കാം. ഏതെങ്കിലും ഫിഷിംഗ് ബോട്ട്സൊക്കെ വന്നിട്ടുണ്ടാകും. മീൻ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഫിഷിംഗ് കഴിഞ്ഞ് ബോട്ടുകളെല്ലാം ഓൾറെഡി ഇവിടെ അടുപ്പിച്ച് കഴിഞ്ഞു. നമ്മളൊരല്പം വൈകിപ്പോയി. ഇവിടെ ഇങ്ങനെ ലേലത്തിൽ വിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഹാർബറിൽ നിന്ന് വാങ്ങുമ്പോൾ കൂടുതൽ ലാഭമാണ്. എന്തായാലും മീനുകളെല്ലാം ബോക്സിലാക്കി കുറേ ഐസൊക്കെ ഇട്ടിട്ടാണ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്.
ഹാർബറിൽ നിന്നും രാവിലെ 5 o'clock 5 മണിക്ക് പോകുന്ന ബോട്ടുകൾ ഈ ഒരു സമയത്തോടുകൂടി ചില 3 മണി മുതൽ 5 മണി സമയം വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അന്നത്തെ ക്യാച്ചുമായിട്ട് വന്നിട്ട് ഇവിടെ നിന്നും കംപ്ലീറ്റ് ഐസിലൊക്കെ വെച്ച് ഐസെല്ലാം പൊട്ടിച്ചിട്ട് ബോക്സിലാക്കി പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. ഇന്നത്തെ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് മത്തിയാണ് കാണുന്നത്. ബോട്ട് നിറച്ചും മത്തി. ഒരു ബോട്ട് ഫുൾ ഓഫ് മത്തി എന്ന് പറയുമ്പോൾ ആലോചിച്ചു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാഴ്ചയാണ്. പക്ഷേ ഇത് ഹാർബറാണ്. ഇവിടുത്തെ കൾച്ചർ വേറെയാണ്. ഇവിടെ ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുകയാണ് നമ്മളിവിടെ വന്നപ്പോൾ. എല്ലാ മത്തി മാത്രമേ കിട്ടിയുള്ളൂ ഇന്ന്. ആവോലി ഉണ്ടല്ലേ ഈ ബോട്ടിൽ മുഴുവൻ മത്തി. ഇനി ബാക്കി എവിടെ വരൂ? പുതിയ ബോട്ട് വരാനുണ്ടോ? $245. എത്ര എണ്ണം കാണും ഒരു കിലോയിൽ? 250, 250, 500 പരം കിലോയുണ്ട്. 250, 250. പാച്ച 1 കിലോ 250. ഒരു കിലോയിൽ എത്ര കയറും ശരിക്കും? 3 ഉറപ്പാണ്. 250. പാച്ചാൻ 250 1 കിലോ. 1 കിലോയ്ക്ക് 250 രൂപ. കുറപ്പില്ലാണ്ട് വിളി. 1 കിലോയ്ക്ക് 250 രൂപ. ലേലമാണോ ഇത്? ലേലമാണോ? അത് ശരി. അപ്പൊ ഞാനിപ്പോ ലേലത്തിനിടയിലാണ് ഇരിക്കുന്നത്. അപ്പൊ വിളിച്ചു തുടങ്ങാം. കിലോയ്ക്ക് 255. ഒരാൾ 255 കൂടിക്കൊണ്ടിരിക്കും. 255, 255, 260. ഇത് മൊത്തമായിട്ട് കൊടുക്കാനാണോ? 260. 1 കിലോയ്ക്ക് 260 കൂട്ടുപൊളി ഉണ്ടാ? ഇല്ല. ഹലോ 260. നല്ല കൂട്ടാ. അയ്യോ അവസാനം ഞാൻ മേടിച്ചോണ്ട് കൂട്ടി വരില്ലേ? 260 മിണ്ടാണ്ടിക്ക്. 260 കുറപ്പില്ലാണ്ട്. 260, 260. അത്രേ ഉള്ളൂ. 260 കൈരളി മാറ്റാണ്ട് പിടിച്ചിരിക്കണം. അയ്യോ 260 260 പറഞ്ഞാലോ? ഓക്കെ ഓക്കെ ഓക്കെ. 260 കൂട്ടുപൊളി ഉണ്ടാ? ഇല്ല ഇല്ല. ഉറപ്പില്ലാണ്ട് വിളി. 260 കൂട്ടുപൊളി ഉണ്ടാ? എപ്പോഴും വിളി. 260, 260. 260. അപ്പൊ ഫൈനലൈസ് ചെയ്തു കിലോയ്ക്ക്. കൂടുതലായ ഉറപ്പിച്ചില്ലേ? ഇവിടെ കംപ്ലീറ്റ് ലേലം വിളി. 260 ഉറപ്പിച്ചു. മാറ്റം വരുമെന്ന് സംശയം. കുറച്ചു. എത്ര കുറച്ചു? 10 കുറച്ച. 250. ആവോലി ഭയങ്കര നല്ല മീനാണ്. കറുത്ത ആവോലിയാ പക്ഷേ അല്ലേ? അല്ല ഇനിയിപ്പോ എന്തോ മാറ്റാൻ പോണോ അതിന്റെ റേറ്റ്? അത് പറ്റില്ലല്ലോ അങ്ങനെ ഉറപ്പിച്ച. അത് പറ്റൂല. 260 പറഞ്ഞല്ലേ? 55 ആണോ? അൻസാർ കമ്പനി 255.
ഐസ് ഇട്ടിട്ട് ബോക്സിലാക്കി ട്രാൻസ്പോർട്ടേഷനാണ്. ഇത് പല പല മാർക്കറ്റുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഞാനും ആവോലി മേടിച്ചു. ആവോലി എനിക്ക് ലാഭത്തിന് കിട്ടി. 6 ആവോലിയാണ് 2 കിലോയിൽ വരുന്നത്. പക്ഷേ എനിക്ക് 2 എക്സ്ട്രാ തന്നു. അങ്ങനെ 8 ആവോലി 500 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇവിടുന്ന് പോവാണ്. എന്നാലും ഭയങ്കര സന്തോഷം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആവോലി വെച്ച് നമുക്ക് മപ്പാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. എന്തായാലും പൊള്ളിച്ച് കഴിക്കാം. സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഹാർബർ വിശേഷങ്ങൾ കണ്ടു. ഇതിപ്പോൾ രാവിലെ മുതൽ ഹാർബറിൽ വന്നാൽ ഇത്തരം വിശേഷങ്ങൾ, ഡയറക്റ്റ് മീൻ വാങ്ങാം, ലേലം വിളിയുടെ കാഴ്ചകൾ കാണാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നമുക്ക് പതുക്കെ വീണ്ടും തിരിച്ച് പെരുമാതുറ പാലത്തിൻ്റെ ഭാഗത്തൂടെ പോയിട്ട് ആ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, കൽവഴി, അവിടേക്ക് പോകാം. അങ്ങനെ ഹാർബറിലെ വിശേഷങ്ങൾ കണ്ട് പുറത്തോട്ട് ഇറങ്ങണം. അപ്പോൾ വലിയ ലോറിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് മീൻ ഇങ്ങനെ ഐസ് ഇട്ട് പാക്ക് ചെയ്ത് കയറ്റി കഴിഞ്ഞു. ഇത് കേരളത്തിനകത്തുള്ള കച്ചവടമല്ല, ഇത് എക്സ്പോർട്ടിങ്ങിനൊക്കെ ആയിട്ട് ഇത് ഗോവ ഭാഗത്തേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഓൾ ഇന്ത്യ ആണ് സത്യത്തിൽ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും നമ്മുടെ കടലിൽ നിന്നും അറേബ്യൻ കടലിൽ ഇവിടെ നിന്നും പിടിച്ച് ഫ്രഷ് ആയിട്ടുള്ള മത്തി, ആവോലി എന്നിവ പുറത്തേക്ക് പോകാൻ പോവാണ്. എന്തായാലും നമുക്ക് വന്നാലും വാങ്ങാം, അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ പെരുമാതുറ പാലത്തിൻ്റെ താഴെ വന്ന് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇപ്പോഴത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള പെരുമാതുറ പാലം. നമ്മൾ അതിൻ്റെ മേളിൽ കൂടിയെല്ലാം നടന്നു. ഇപ്പോൾ അതേ താഴേക്ക് വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പൊഴി. ഇതാണ് മുതലപ്പൊഴി. മുതലപ്പൊഴി എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അവിടുത്തെ ആ കായലും ഇവിടുത്തെ കടലും കൂടി ചേരുന്ന ആ ഭാഗം. അവിടെ നിന്ന് ഇങ്ങനെ കായൽ വെള്ളം ഇങ്ങനെ വന്നിട്ട് അനന്തമായ കടലിലേക്ക് ചേരുന്ന ഭാഗമാണ്. എന്ത് മനോഹരമായ ദൃശ്യമാണ്. ഇതാണ് മുതലപ്പൊഴി. അപ്പോൾ ഇവിടെ നിന്നും നമ്മളൊരു നടക്കാൻ പോവാണ്. ഇപ്പോഴത്തെ ഒരു പ്രധാന ലൊക്കേഷനാണ് ഈ നടത്താന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ കല്ല് പാകിയ ഒരു നടപ്പാത കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതാണ്ട് കടലിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്ന പോലെയാണ്. ഒരു എന്താ പറയേണ്ടത്, അതൊരു പ്രത്യേക രോഗമായിരിക്കും. അങ്ങോട്ട് നടന്ന് നമ്മൾ കടലിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്ന പോലെ. അതൊരു രസമല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളും ഇതാണ് ആസ്വദിക്കുന്നത്. അപ്പോൾ നമ്മളും ആ ഭാഗത്തേക്ക് പോകുന്നു. സൂര്യൻ ഏതാണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഒരു 5 മണി സമയം കഴിഞ്ഞു. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ സൂര്യാസ്തമയമാകും. അപ്പോൾ ഈ നടത്ത തുടങ്ങാം. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗമെല്ലാം കാണുമ്പോൾ നമ്മൾ ഇതുപോലൊരു കടൽപ്പാലത്തിലൂടെ നടന്നിട്ടുണ്ട്. കങ്കശ്ശേരി കടപ്പുറത്ത് പോയപ്പോൾ ആ ഭാഗത്ത് ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഏറ്റവും മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ഒരു കല്ല് പാകിയ ഒരു പാത്വേ ഉണ്ടായിരുന്നു കടലിലേക്ക്. അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കടൽപ്പാലം, നടപ്പാത. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഇത് കടലിലേക്കാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ കടലിലാണ് ഈ ഒരു കല്ല് പാകിയ വഴി. ഇത് സൈഡിലെല്ലാം തന്നെ വഴി കച്ചവടക്കാരുണ്ട്, ചെറിയ ചെറിയ സ്റ്റോൾസ്. ഹോളിഡേയ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സമയം. അപ്പോൾ ഇവർക്ക് നല്ല ബിസിനസ്സാണ്. ഒരു ഫോട്ടോ എടുക്കാം. സെൽഫി സെൽഫി. ഓക്കെ. എന്നാലും ഇവരാണ് ഇവിടുത്തെ ബിസിനസ് ആൾക്കാരാണ്. ഇവിടെ കുറച്ച് കടകളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കര രസമല്ലേ അല്ലേ?
ഓക്കെ. എന്തായാലും സെൽഫി ഇപ്പോൾ ഫാഷനാണല്ലോ. ഇത് ഐസ്ക്രീം പാർലേഴ്സ്, ചെറിയ ചെറിയ ഐസ്ക്രീം കടകൾ, ചെറിയ പോപ്കോൺ കടകൾ, പിന്നെ കുട്ടികൾക്കുള്ള ബലൂൺസ്, ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ.